ഈശോയിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ നോമ്പ് ദിനത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രത്യേകിച്ച് ദൈവമക്കൾ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. വളരെ നല്ല കാര്യമാണ്. വിശുദ്ധ കുർബാനയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കണം. ഒപ്പം ഈ വിശുദ്ധ കുർബാനയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ നല്ലൊരു അനുതാപ കുമ്പസാരം നടത്തണം. നമ്മൾ വിഭൂതി ദിനത്തിൽ പ്രാർത്ഥിച്ചില്ലേ, അനുതാപത്തിൻ്റെ കണ്ണുനീർ വീഴിക്കുക, പാപത്തിൻ്റെ പരിഹാരം ചെയ്യുക. അപ്പോൾ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. കർത്താവ് നിങ്ങളുടെ മുമ്പിലുണ്ട്. നിങ്ങൾ ഈ കണ്ണുനീരും സങ്കടങ്ങളും നിങ്ങളുടെ പാപങ്ങളും എല്ലാം ഏറ്റുപറയുമ്പോൾ കർത്താവ് നിങ്ങളെ കൈപിടിച്ച് നിർത്തും. നിങ്ങളുടെ മുമ്പിൽ കർത്താവുണ്ട്. നിയമാവർത്തന പുസ്തകം 31 അധ്യായം 8 തിരുലിഖിതം. കർത്താവാണ് നിൻ്റെ മുമ്പിൽ പോകുന്നത്, അവിടുന്ന് നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. അവിടുന്ന് നിന്നെ ഭഗ്നാശനാക്കുകയോ പരിത്യജിക്കുകയോ ഇല്ല. ഭയപ്പെടുകയോ സംഭ്രമിക്കുകയോ വേണ്ട. ഇന്ന് ചിലപ്പോൾ ജപ്തി നോട്ടീസ്, കടബാധ്യതകൾ, ജോലി തടസ്സങ്ങൾ, ഇങ്ങനെ ഒത്തിരിയേറെ മനുഷ്യന് ഭാരമുണ്ടാക്കുന്ന പ്രശ്നങ്ങളുണ്ട്. അപ്പം നിങ്ങളോട് കർത്താവ് എന്ന് പറയുകയാണ്, നിങ്ങളുടെ മുമ്പിൽ ഞാനുണ്ട്. ഭഗ്നാശനാകണ്ട, വേദനിക്കേണ്ട, ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ഈശോ ഈ ദിവസങ്ങളെല്ലാം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഓരോരുത്തരും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രാർത്ഥനയുടെ സമയത്ത് തന്നെ നിങ്ങളുടെ നിയോഗം കർത്താവ് സാധിച്ച് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഇത് സാക്ഷ്യപ്പെടുത്താനായിട്ട് തക്കവത്തെ കർത്താവ് അഭിഷേകം ചെയ്യട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.